എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ട്രൂക്കിന്റെ ബഡ്സ് Q1 എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ കുറച്ച് വിശേഷങ്ങളാണ്. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് റിവ്യൂ ചെയ്യാൻ തന്നെ കാരണം എന്ന് പറയുന്നത് പ്രിൻസ് ബൈജു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്താണ്. ഞാൻ ആക്ച്വലി ഈ ഒരു ട്രൂക്കിന്റെ സാധനം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്. കാരണം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ട്രൂക്കിന്റെ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബഡ്സിന്റെ S1 ആയിരുന്നു വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്. എന്നാൽ നമ്മുടെ പ്രിൻസ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, എല്ലാ വീഡിയോയിലും ഇതുപോലെ ട്രൂക്കിന്റെ Q1 ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ച് അങ്ങനെയാണ് ആക്ച്വലി ഞാൻ അവസാനം ഇതിലേക്ക് എത്തിയെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എന്താ പറയുക യൂസ് ചെയ്ത് നോക്കി. അതിനൊരു റീസൺ തന്നെ 1 മണിക്കൂർ ചാർജ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യണമെന്ന് ഇതിൽ എഴുതിയിരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും മ്യൂസിക് ക്വാളിറ്റി, അതുപോലെ തന്നെ ഗെയിം ടെസ്റ്റ്, അതുപോലെ തന്നെ കോൾ ടെസ്റ്റ്, ഇത് 3 ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും പറയുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഫിസിക്കലി ഈ ഒരു ബഡ്സ് Q1 കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ബോക്സും അല്ലെങ്കിൽ ബോക്സിന്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് മുതൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർക്ക് ഈ ഒരു അൺബോക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു ബോക്സിൽ നിന്നും പ്രോഡക്റ്റ് ഒക്കെ എടുക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളവരുണ്ട്. ഞാൻ സഹിതം എനിക്ക് പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാണ് ഇതുപോലെ പ്രോഡക്റ്റുകൾ ബോക്സിൽ നിന്നും പൊട്ടിക്കുന്നത് കാണണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലെ കുറേ ആൾക്കാരുണ്ടെന്നുള്ള അറിയാം. ആ ഒരു റീസണിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നത് കാണിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു വീഡിയോ ലെങ്ത് ആകുന്നത്. എന്തായാലും നിങ്ങൾക്കിത് കാണാൻ താല്പര്യമില്ല, അതായത് ബോക്സ് പൊട്ടിക്കുന്നത് കാണാൻ താല്പര്യമില്ല, ഉറപ്പായിട്ടും ഈ ഒരു ടൈം സ്റ്റാമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് മറ്റേതിലേക്ക് പോകാം എന്നുള്ളതാണ്. മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിൽ മ്യൂസിക് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഫിസിക്കലി പോകാം. ഏതാണെങ്കിലും ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുത്തേക്കാം. ആ ഒരു ടൈം സ്റ്റാമ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. നമുക്ക് ഈ ഒരു ബഡ്സ് Q1 വരുന്ന ബോക്സ് എന്ന് പറയുന്നത്, ഏറ്റവും മുന്നിൽ തന്നെ ട്രൂക്ക് എന്നവരുടെ ലോഗോയും അതുപോലെ തന്നെ 2 ബഡ്സ് Q1 ഫോട്ടോസും ബഡ്സ് Q1 എന്ന് എഴുതിയിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ കോഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. വലതുവശം നോക്കുകയാണെങ്കിൽ പവർ ഓഫ് ട്രൂ ബീറ്റ്സ് എന്നും, അതുപോലെ തന്നെ ഇടതുവശം നോക്കുകയാണെങ്കിൽ അപ് ടു 30 hours ഓഫ് മ്യൂസിക്, അതുപോലെ തന്നെ കോട്ട് മൈക്ക് ENC 10mm ഡൈനാമിക് ഡ്രൈവറാണ്, അതുപോലെ തന്നെ കോമ്പാറ്റബിൾ വിൻഡോസ്, iOS, ആൻഡ്രോയിഡ് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി പറയിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീണ്ടും ഇതുപോലെ കോഡ് MEMS മൈക്ക് എന്നും, അതുപോലെ തന്നെ ലോ ലേറ്റൻസി, ഡീപ്പ് ബാസ്, ടച്ച് കൺട്രോൾ, ENC എന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ENC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഈ ഒരു മൈക്കിന്റെ കൂടെ നമുക്ക് ലഭ്യമാകുന്നു എന്നാണ് ഈ ഒരു ENC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 30 മണിക്കൂർ വരെയാണ് ഇതിന്റെ പ്ലേബാക്ക് ടൈം എന്നാണ്. എന്നാൽ ആമസോണിൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലൊക്കെ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മണിക്കൂർ എന്നാണ്. അപ്പോൾ ഏതാണ് അതിന്റെ റൈറ്റ് ടൈം എന്നുള്ളത് നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ 4/2021 ആണ്. അതായത് 2 മാസം മാത്രമായിട്ടുള്ളൂ ചൈനയിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. 3499 രൂപയാണ് ഇതിന്റെ വില ഇതിൽ കാണിക്കുന്നത്. എന്നാൽ നമുക്കിത് 1299 രൂപയ്ക്ക് ആമസോണിലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് വെബ്സൈറ്റിലും ലഭ്യമാകുമെന്നുള്ളതാണ്. 1299 രൂപ അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഇത് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ കൂടിയിട്ട് കണ്ടിട്ടില്ല. ഓഫർ സമയത്തും ഇതൊക്കെ തന്നെയാണ് റേറ്റ്. പിന്നെ ആമസോണിൽ ഒരു 10 രൂപ കുറഞ്ഞിട്ട് 1289 രൂപയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു 10 രൂപ. അതൊന്നും ഒരിക്കലും നമുക്ക് ഓഫറായിട്ട് അല്ലെങ്കിൽ ഡീലായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു 10 രൂപ മാത്രമാണ് കുറയുന്നതെന്നുള്ളതാണ്. ബ്ലാക്ക് കളറിൽ മാത്രമാണ് ഇത് ലഭ്യമാകുന്നത്. അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. നമുക്ക് വേറെ ഒരു കളറിൽ നമുക്ക് കിട്ടത്തില്ല, ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് കളറിൽ മാത്രമാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്ട്സിന്റെ കൂടെ കിട്ടുന്നത് ഒന്നെന്ന് പറയുന്നത് 2 ഡിഫറെന്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കൂടാതെ ഒരു യൂസർ മാനുവലും അല്ലാണ്ട് ഒരു വാറണ്ടി കാർഡുമാണ്. പിന്നെ ഒരു ടൈപ്പ് സി മിനി കേബിളും ആണ്. ഇനി വാറണ്ടിയിൽ നമ്മൾ എടുത്ത് പറയുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് 10 ദിവസത്തിനുള്ളിൽ ഈ ഒരു Truke.in എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ വാറണ്ടി എന്ന് പറയുന്നത് ജസ്റ്റ് 6 months മാത്രമേ ഉള്ളൂ എന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ശരിയാക്കി തരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി നമ്മുടെ പൈസ പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ 1299 രൂപയ്ക്ക് അവർ ഈ ഒരു 6 മാസം എങ്കിലും തരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ബോട്ടിലൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും 1 വർഷം, അതാണ് അതിൽ നമ്മൾ ബോട്ടിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇനി ഫിസിക്കലി പറയുവാണെങ്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കോമ്പാക്ട് ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു
കവറിലാണ് നമുക്ക് ഈ ഒരു കേസിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ്ഡ് കളറോട് കൂടിയിട്ടുള്ളൊരു കേസാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ പോലും പെട്ടെന്നൊന്നും അങ്ങനെ സ്ക്രാച്ച് ആകാനായിട്ട് അല്ലെങ്കിൽ തന്നെ സ്ക്രാച്ച് ആയാൽ തന്നെ അറിയാനായിട്ട് ചാൻസസ് വളരെ കുറവാണെന്നുള്ളതാണ്. ഏറ്റവും ഫ്രണ്ടിലായിട്ട് ട്രൂക്ക് എന്ന് അവിടെ ലോഗോ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുറകുവശം നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ടൈപ്പ് സി പോർട്ട് കാണാൻ സാധിക്കും എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒരു സാധനങ്ങളും ഈ ഒരു ബോക്സിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതൊരു വൃത്തി നല്ല രീതിക്ക് തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇനി ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ 2 ഇയർ ബഡ്സുകൾ ഇവിടെ ഇരിക്കുന്നതാണ്. അതിൽ ഇതാ ഇവിടെ കണ്ടോ എല്ലും അതുപോലെ തന്നെ റൈറ്റും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെക്കുമ്പോൾ കാണിച്ചിട്ട് കണ്ടോ നമ്മുടെ പെർസെൻറ്റേജ് എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഇതിനകത്തുണ്ടെന്നുള്ളതും അതായത് ഈ ഒരു കേസിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ഈ 2 ഇയർബഡ്സുകളിലും ബാറ്ററി ചാർജ് കയറുന്നതുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എന്തായാലും ഒരു കേസ് പറയുവാണെങ്കിൽ ഒരു മാഗ്നറ്റിക് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ കണ്ടോ ജസ്റ്റ് ഇതാ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ അത് ക്ലോസ് ആവുന്നു എന്നുള്ളതാണ്. പക്ക പ്ലാസ്റ്റിക് ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എല്ലാം തന്നെ ഏത് ഭാഗം നോക്കിയാലും പക്ക പ്ലാസ്റ്റിക് തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. അല്ലെന്ന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കണം ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1200 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഇയർബഡ്സുകളെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിൽ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡ്സുകളും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത്. ഡ്യുവൽ മൈക്കാണ് ഓരോ ഇയർബഡ്സിലും നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഇനി ഫിസിക്കലി നോക്കുവാണെങ്കിൽ ട്രൂക്ക് എന്ന 2 ഇയർബഡ്സുകളിലും അവരുടെ ലോഗോ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് 2 LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചാർജിങ്ങിൻ്റെ സംഭവം അതുപോലെ തന്നെ 2 മൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെന്ന് പറഞ്ഞത് ഈ മുകളിലും അതുപോലെ തന്നെ രണ്ടാമെന്ന് പറഞ്ഞത് ഏറ്റവും താഴെയുമാണ്. ടച്ച് കൺട്രോൾ ആണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പൊതുവേ നമ്മുടെ സൗണ്ട് കോറിൽ 2500 രൂപയാണ് സൗണ്ട് കോറിൻ്റെ വില. അതിനകത്ത് ബട്ടൺ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് ടച്ച് കൺട്രോൾ ആണെന്നുള്ളതാണ്. ഇനി ഇതും അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ 131 കമ്പയർ ചെയ്യുവാണെങ്കിൽ ബോട്ടിൻ്റെ 131 എയർഡോപ്സ് 131 ഇതുമൊക്കെ ഒരു റേറ്റാണ്. അതും കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ നമുക്ക് ബട്ടൺ ആണെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമുക്ക് ടച്ച് കൺട്രോൾ ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. ഈ ഒരു ഇത്രയും ലോ റേറ്റിൽ നമുക്ക് ഇത്രയും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയോട് കൂടിയിട്ടൊരു ഇയർബഡ്സ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇനി അത് ചെക്ക് ചെയ്യുക തന്നെ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു ഫിസിക്കലി കേസ് ആയാലും നമ്മുടെ ഇയർബഡ്സ് ആയാലും എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു കേസ് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് ആണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഈ ഒരു 400 mAh നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 മണിക്കൂറാണോ അല്ലെങ്കിൽ 50 മണിക്കൂറാണോ അല്ലെങ്കിൽ 60 മണിക്കൂറാണോ പ്ലേ ബാക്ക് ടൈം ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം പല സ്ഥലത്തും പല രീതിയിൽ ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം എന്നുള്ളതാണ്. സ്റ്റാൻഡ് ബൈ ടൈം ആകുമ്പോഴത്തേക്ക് 72 മണിക്കൂറാണെന്നുള്ളത് ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 400 mAh നമുക്ക് ചാർജ് ആകാനായിട്ട് വെറും 90 മിനിറ്റ് മാത്രമാണ് സമയം. അതായത് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു 400 mAh 100% എത്തുന്നതാണ്. 5 വാട്ട് 1 ആംപിയറിൻ്റെ നോർമൽ പവർ ബാങ്ക് അല്ലെങ്കിൽ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് വേണം നമുക്കിത് ചാർജ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ 18 വാട്ടിൻ്റെ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ 10 വാട്ടിൻ്റെ പോലും നമ്മളിതിനകത്ത് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസസ് ഉണ്ട്. ഏറ്റവും നല്ലത് നമ്മുടെ കമ്പ്യൂട്ടർ എന്തെങ്കിലും അല്ലെങ്കിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. പവർ ബാങ്കിലാകുമ്പോൾ ഇപ്പോഴത്തെ പവർ ബാങ്കുകളിലൊക്കെ നമുക്ക് ലോ പവർ മോഡൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ചാർജ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഈ ഒരു കോളിംഗ് ടൈം അല്ലെങ്കിൽ പ്ലേ ബാക്ക് ടൈം കമ്പനി അവകാശപ്പെടുന്നത് ആമസോണിലൊക്കെ കാണുന്നത് 10 മണിക്കൂറൊന്നും, എന്നാൽ ഇവിടെ കമ്പനി അവകാശപ്പെടുന്നത് 6 to 8 hours എന്നാണ്. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് എത്രയാണെന്നുള്ളത്. അവിടെയും നമ്മൾ വീണ്ടും ഞാൻ പറയുവാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എത്രയാണ് കിട്ടുന്നതെന്നുള്ളത്. എന്തായാലും ഈ ഒരു ഇയർബഡ്സും അതുപോലെ തന്നെ കേസും കൂടെ ഒക്കെ ആയിട്ട് 44 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ നമ്മുടെ ഈ ഇയർബഡ്സിനും വെറും 4 ഗ്രാം മാത്രമാണ് വെയിറ്റ് എന്നുള്ളത്. 40 mAh ആണ് ഓരോ ഇയർബഡ്സുകളിലുള്ള ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്.
പറയുന്നത്. 4 ഗ്രാം മാത്രമായതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ ഇതുപോലെ വെച്ചാലും ഒരു പ്രശ്നവുമില്ല, നല്ല കംഫർട്ടബിൾ തന്നെയാണ്, അതിലൊന്നും യാതൊരുവിധ സംശയവുമില്ല. എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഞാൻ ഇംപ്രസ്ഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഈ ഒരു ചെവിയിൽ വെക്കുന്നതും ഒക്കെ തന്നെ. ഈ ഒരു 4 ഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടാനൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ വെച്ചുകൊണ്ട് പോയാലും വേറെ ഒരു പ്രശ്നവുമില്ല. പിന്നെ വിയർത്തിട്ട് ഇനി ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ സംശയിച്ചാൽ കുഴപ്പമില്ല, ഇതിലൊരു IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണെന്നുള്ളതാണ്. ഇനി മൾട്ടി ടച്ച് കൺട്രോളിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ നമുക്കിതിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഗെയിമിംഗ് മോഡുണ്ട്. അത് ജസ്റ്റ് ഒരു 3 ടാപ്പ് ഇവിടെ നമ്മുടെ വലത് ഇയർബഡിൽ ചെയ്യുവാണെങ്കിൽ ഗെയിമിംഗ് മോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ പറയും. അതുപോലെ നമുക്ക് ആ ഒരു മോഡ് ഓഫ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു സൗണ്ടോട് കൂടിയിട്ട് അത് ഓഫ് ആവുന്നതും കേൾക്കാൻ സാധിക്കും. ഇനി ഇടതുവശത്തെ നമ്മുടെ ഇയർബഡിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുവാണെങ്കിൽ സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് വർക്കാവും എന്നുള്ളതാണ്. പിന്നെ ജസ്റ്റ് 1 ടാപ്പിൽ കോൾ എടുക്കാനും അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വലതുവശത്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ ഇടതുവശത്തിലുള്ളതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. ഇതൊക്കെ പൊതുവെ എല്ലാത്തിലും ഇപ്പോൾ ഉള്ള ഓപ്ഷൻസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഗെയിമിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ PUBG കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തായാലും പക്ക പെർഫെക്റ്റ് ലോ ലൈറ്റൻസി തന്നെയാണ് ഇതിൽ നിന്നും ലഭ്യമായി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഞാൻ ട്രെയിനിങ് ആ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് പല ഗണ്ണുകൾ എടുത്തിട്ട് ഷൂട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഉള്ള ഒരു സൗണ്ട് തന്നെയാണ് അപ്പം തന്നെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിന്നും ആ ഒരു ലോ ലൈറ്റൻസി അല്ലെങ്കിൽ ആ ഒരു ഗെയിമിംഗ് മോഡ് പെർഫെക്റ്റ്ലി വർക്കാവുന്നുള്ളത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് എന്താവുമെന്ന് സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു ലോ ലൈറ്റൻസി നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് സ്റ്റെപ്പൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിനെന്തായാലും ഒരു 90% അല്ലെങ്കിൽ 95% വോളിയം നമ്മൾ ഹൈയിലായിരിക്കണം എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സൗണ്ട് ഇത്തിരി ആ ഒരു ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ഇത്തിരി കുറവാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ വേറെ ഒന്നുമില്ല, 100% അല്ലെങ്കിൽ 95% ഇട്ടിട്ട് നമ്മൾ കളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ പൊതുവെ നോയിസ് ക്യാൻസലേഷൻ ഈ ഒരു ENC ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പുറത്തുള്ള സൗണ്ടുകളൊന്നും കേൾക്കാത്ത രീതിക്ക് തന്നെ സംസാരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ തന്നെ പല പ്രാവശ്യം എൻ്റെ മൊബൈലിൽ നിന്നും മറ്റൊരു മൊബൈലിലേക്ക് വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴും വേറെ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നതിലും യാതൊരുവിധ സംശയവുമില്ല, പെർഫെക്റ്റ് തന്നെയാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് പെയർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരെണ്ണം മാത്രമേ കേൾക്കത്തുള്ളൂ, ഓരോന്നായിട്ടേ കേൾക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ ഇത് കംപ്ലൈൻറ്റ് ആണെന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഇത് രണ്ടും കൂടി ഒന്ന് വെളിയിലെടുത്തതിന് ശേഷം ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഈ ഒരു ടച്ച് കൺട്രോളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഉറപ്പായിട്ടും ഇത് റീസെറ്റ് ആവുന്നതാണ്. അതിനുശേഷം ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ഇത് രണ്ടിലും ഒരുമിച്ച് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ആദ്യം തന്നെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അയ്യോ ഒന്നിലേ കേൾക്കുന്നുള്ളൂ ഇത് കംപ്ലൈൻറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് റിട്ടേൺ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്കതിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്ന പോലെ തന്നെ ആ ഒരു ഡീപ്പ് ബാസ് നമുക്കതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇനി ആ ഒരു ഡീപ്പ് ബാസിൻ്റെ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി മ്യൂസിക് പ്ലെയറിനകത്ത് പോയിട്ട് ഈക്വലൈസറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ യൂട്യൂബിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പാട്ടുകളും അല്ലെങ്കിൽ സിനിമകളൊക്കെ കാണാൻ സാധിക്കുന്നത്. ലോ ലൈറ്റൻസി മോഡ് നല്ല രീതിക്ക് തന്നെ ഇതിൽ വർക്കൗട്ട് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഉണ്ടല്ലോ ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് കേൾക്കാനും അല്ലെങ്കിൽ കാണാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും മ്യൂസിക് ലവർ ആയിക്കോട്ടെ, നിങ്ങളൊരു ഗെയിം ലവർ ആയിക്കോട്ടെ, അതല്ല നിങ്ങൾ കോൾ ചെയ്യാനായിട്ടൊരു പർപ്പസിന് വേണ്ടിയാണ് ഇത് വാങ്ങിച്ചതെന്ന് വെച്ചോട്ടെ, ഏതായാലും തന്നെ നിങ്ങൾക്ക് വർത്ത് ബൈങ് തന്നെയാണ്. ഈ ഒരു 1299 രൂപയ്ക്ക്, അതായത് 1300 രൂപയ്ക്ക് ഇതിൽ കൂടുതൽ എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഈ ഒരു ബോട്ടിൻ്റെ 131 വാങ്ങിച്ചിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ ഒരു 1300 രൂപയ്ക്കൊക്കെ മേ ബി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നതെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ട്രൂക്കിൽ പെർഫെക്റ്റ് 101% നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവന് ഫീൽ ചെയ്തിട്ട് അവൻ റിട്ടേൺ അടിച്ചെന്ന്. ഞാനും അപ്പോൾ വിചാരിച്ചത് റിട്ടേൺ അടിക്കേണ്ടി വരുമെന്നാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് റിട്ടേൺ ചെയ്യത്തില്ല. കാരണം നല്ല പ്രോഡക്റ്റ് തന്നെയാണ്, ഞാനിതിൽ സാറ്റിസ്ഫൈഡ് തന്നെയാണെന്നുള്ളതാണ്. ഞാൻ ഉറപ്പായിട്ട് ഇനി എന്തായാലും 1300 രൂപയ്ക്കകത്ത് ഒരു പ്രോഡക്റ്റ് എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പറയുന്ന ഒരു പ്രോഡക്റ്റുകളിൽ ഒന്ന് തന്നെ ആയിരിക്കും ഈ ഒരു ട്രൂക്കിൻ്റെ ബഡ്സ് Q
Q1 എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രൂക്ക് ബഡ്സ് Q1 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.